നമസ്കാരം പ്രിയ കുട്ടികളെ, ഒരിക്കൽ കൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് തുടങ്ങി, കോണിക്സ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വരച്ച് പഠിക്കാനുള്ളത് എലിപ്സ്, പരാബോള എന്നുള്ള രണ്ട് സെക്ഷൻസ് ആണ്. അപ്പൊ എലിപ്സിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് എലിപ്സ് എന്നുള്ളത്, അതിന്റെ രണ്ട് മെത്തേഡുകൾ കാണിച്ചു തന്നു. അപ്പൊ അതില് കോൺസെൻട്രിക് സർക്കിൾസ് മെത്തേഡ്, സെയിം സെന്റർ ആയിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വെച്ചിട്ട് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചു. ദെൻ റെക്ടാങ്കുലർ മെത്തേഡ് ഓർ ഒബ്ലോങ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ് കാണിച്ചു തന്നു. ബാക്കി നിങ്ങൾ വരയ്ക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചത്. എല്ലാവരും വരച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ളത്, പല കുട്ടികളും വാട്സപ്പിലൂടെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വളരെ വീരവാദം മുഴക്കുന്നുണ്ട്. പക്ഷെ മൂഡിൽ ക്ലാസ്സിൽ ഇവര് ഇതുവരെ കയറിയിട്ടില്ല. പല കുട്ടികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഞാൻ ലിസ്റ്റ് HODക്കും പ്രിൻസിപ്പളിനും കൊടുത്തിട്ടുണ്ട്. തീരുമാനം ഉടനെ ഉണ്ടാകും. നിങ്ങളുടെ കാര്യത്തില് മിക്കവാറും പേരൻസ് വന്നിട്ട് അല്ല നിങ്ങൾ വന്നിട്ട് എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. അല്ലാതെ ഇത് കാര്യങ്ങൾ മുൻപോട്ട് പോകില്ല കുട്ടികളെ. അത് വളരെ ഗൗരവമായിട്ട് തന്നെ പറയാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുന്നത്, അധ്യാപകർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു 3-3.5 മണിക്കൂർ അധ്യാപകർക്ക് അതിന്റെ പുറകിലുള്ള പ്രയത്നമുണ്ട്. അത് റെക്കോർഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, കംപ്രസ് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ എത്തിക്കുക. അപ്പൊ നിങ്ങളത് കാണുന്നില്ല, അതിനൊരു ഗൗരവമായ സമീപനം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം അസൈൻമെന്റ് ചെയ്യുന്ന രീതിയെല്ലാം ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പം അത് ശരിയായ രീതിയല്ല. എന്നാൽ നല്ല കുട്ടികളുണ്ട്, കുറെ കുട്ടികളുണ്ട്. ഒരു 30ഓളം കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കി 30 എണ്ണത്തിന് യാതൊരു ഇതുമില്ല. പല ക്ലാസ്സിലും ഞാൻ ശ്രദ്ധിക്കുന്നു. മൂഡിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏത് സമയത്ത് ലോഗിൻ ചെയ്തു, ഏത് സിസ്റ്റത്തിൽ നിന്നാണെന്നുള്ള IP അഡ്രസ് വരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ അത് കണ്ടോ എന്നറിയാൻ വേണ്ടി പെട്ടെന്നൊരു നോട്ടത്തിന് അത് പരിശോധിക്കാൻ പറ്റും. അത് സമയമെടുക്കും, എന്നിരുന്നാലും നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കയറി എന്ന് പറഞ്ഞാലും കയറിയില്ല എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ശരിയായിട്ട് നോക്കാൻ പറ്റും. എല്ലാത്തിനും കൃത്യമായ സന്ദേശം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ സന്ദേശം, ക്ലാസ് റൂമിൽ എങ്ങനെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, അറ്റാച്ച് ചെയ്താൽ മാത്രം പോരാ, ഹാൻഡ് പിൻ ചെയ്യണം, ടേൺ ഇൻ ചെയ്യണം എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോകളിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സബ്മിറ്റ് ചെയ്തില്ല. ഓക്കെ, അതൊരു വസ്തുരിക്കട്ടെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എലിപ്സ് എന്നുള്ള സംഗതിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. രണ്ട് രീതിയിൽ നമുക്ക് എലിപ്സിനെ ഡിഫൈൻ ചെയ്യാം. അത് കുറെ ടേംസ് ഉണ്ട്. മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ഫോക്കസ്. അതുകൂടാതെ 2 ടേം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. അത് മനഃപൂർവ്വം വിട്ടുപോയതല്ല, അത് അടുത്ത ക്ലാസ്സിൽ പറയാം എന്നുള്ളതാണ്. അപ്പൊ ആ ഡെഫിനിഷൻ വരുമ്പോഴാണ് ആ 2 ടേംസിന്റെ കൂടി ഇത് വരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എലിപ്സ്. An ellipse is defined as locus of a point moving in a plane in a such a way that its distance from a fixed point, അതായത് ഫോക്കസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, is always less than the distance from a fixed line. ഈ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. A locus of point moving in a plane such a way that the sum of distance from two fixed points is constant. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു നിർവചനം, എലിപ്സിന്റെ നിർവചനം. ആ 2 പോയിന്റിനെയാണ് ഫോസൈ, ഫോക്കസിന്റെ പ്ലൂറലാണ് ഫോസൈ എന്ന് പറയുന്നത്. ഇത് വേറെ നിർവചനമാണ്. അപ്പൊ ഇതില് എലിപ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഫിഗർ ആണ്. അതിന് ഒരു മേജർ ആക്സിസ് ഉണ്ടാവും AB, ഒരു മൈനർ ആക്സിസ് PQ. Okay, then there will be 2 points, fixed points, F1 and F2. Foci. Also,
by this definition വേറൊരു ഫിക്സ്ഡ് ലൈൻ കൂടി ഉണ്ടാകും. ഈ ലൈൻ രണ്ട് ലൈൻസ് ഉണ്ടാവും. There will be two lines. There will be two lines for each ellipse. കോൺസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ലൈൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഡെഫിനിഷൻ പ്രകാരം സപ്പോസ് ഹിയർ ഇസ് എ പോയിന്റ് R എന്നുള്ള പോയിന്റ് ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ആറിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എവിടെ എടുത്താലും ദിസ് വിൽ ബി ലെസ് ദാൻ, അതായത് RF1 വിൽ ബി ലെസ് ദാൻ PQRS RS. SR എന്നുള്ള ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും, RF1 എന്നുള്ളത് കുറവായിരിക്കും. ഇവിടെ നിന്ന് എടുത്താലും ഈ പോയിന്റ് ഇവിടെ എത്തുമ്പോഴും ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഏതിൽ നിന്ന്? ലൈനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് ഈ ഡെഫിനിഷൻ. എലിപ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് എ പോയിന്റ്. ലോക്കസ് മീൻസ് സഞ്ചാരപാത ഒരു പോയിന്റിന്റെ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് point F1 is always less than the distance from a fixed line. Fixed line എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ്ഡ് ലൈൻ, ഇത് നേരെ കുത്തനെയുള്ള ലൈൻ. ഈ ലൈനിനെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നു. ഡയറക്ട്രിക്സ് അത് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡെഫിനിഷൻ ഇവിടെ ഇരിക്കുന്നു. Then an ellipse has two foci, രണ്ട് ഫോക്കസുകൾ ഉണ്ട്, and two directrix, രണ്ട് ഡയറക്ട്രിക്സ് ഉണ്ട്. എലിപ്സിന്റെ കേസിൽ രണ്ട് ഫോക്കസും രണ്ട് ഡയറക്ട്രിക്സും ഉണ്ടാകും. ഇനി ഇവ തമ്മിലൊരു റേഷ്യോ ഉണ്ടെങ്കിൽ, അതായത് ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം ഡിവൈഡഡ് ബൈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരം, അങ്ങനെ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സെൻട്രിസിറ്റി എന്ന് പറയും. ഈ സ്മോൾ ഇ എക്സെൻട്രിസിറ്റി എന്നാണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് എക്സെൻട്രിസിറ്റി. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം ഫോക്കസ് to the distance of point from directrix. ഫോക്കസിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ the distance from point to the fixed line, that is directrix, is called the eccentricity E. Mathematically, E equal to distance of point from focus divided by distance of point from directrix. It will be always less than 1. കാരണം എന്ന് വെച്ചാൽ മുകളിലത്തെ ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ will be always less than denominator. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറവാണ്, ഇത് കൂടുതലാണ്. അപ്പൊ കുറഞ്ഞ സംഖ്യ അംശത്തിലും താഴെ ഛേദത്തില് കൂടിയ സംഖ്യയും ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ എപ്പോഴും അതിന്റെ റേഷ്യോ will be less than 1. In other words, the eccentricity of ellipse is less than 1. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Eccentricity of ellipse will be less than 1. ഇനി പരാബോളയുടെ കേസ് വരുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. പരാബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഉണ്ട്, ഹൈപ്പർബോളയുടെ കേസിലും എക്സെൻട്രിസിറ്റി ഉണ്ട്. ഹൈപ്പർബോള എന്നുള്ളത് നമ്മുടെ സിലബസിലില്ല, പരാബോളയേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ടേംസ് ആണ്. ഇനി ഇത് വെച്ചിട്ട് ഈ എക്സെൻട്രിസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. Okay, now we will do a problem. ഈ എക്സെൻട്രിസിറ്റി മെത്തേഡ് അനുസരിച്ചിട്ട് എലിപ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ we have given that one focus of an ellipse is at a distance of 30 millimeter from its directrix. Given that the eccentricity is 3 by 5. Construct the ellipse. Question തന്നിരിക്കുന്നത് ഒരു എലിപ്സിന്റെ ഫോക്കസ് ഡയറക്ട്രിക്സിൽ നിന്ന് 30 മില്ലിമീറ്റർ അകലെയാണ്. കൂടാതെ എക്സെൻട്രിസിറ്റി, അതായത് ഫോക്കസിൽ നിന്ന് കർവിലെ ഒരു പോയിന്റിലേക്കുള്ള ദൂരം ഡിവൈഡഡ് ബൈ ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ആ ദൂരം, ആ റേഷ്യോ എന്ന് പറയുന്നത് 3/5 എന്നാണ് തന്നിരിക്കുന്നത്. Construct the ellipse. How we can construct?
First, draw a vertical line. ഒരു vertical line വരയ്ക്കുക. At convenient distance, നിങ്ങളുടെ ബുക്കിൽ convenient ആയിട്ട് ഒരു vertical line വരയ്ക്കുക. Mark it as DD. First, draw a vertical line. Having any line, convenient ആയിട്ട് vertical ആയിട്ട് ഒരു line വരയ്ക്കുക. Draw another line. Same convenient distance, but perpendicular to first one, DD. Mark it as A dash. This is the axis of the required ellipse. Axis, ellipse in the axis ആയിരിക്കും. ഇനി mark the point AF. F എന്ന് പറഞ്ഞാൽ focus at a distance 30 millimeter from the directrix. That is AF. ഇവിടെ 30 millimeter വരുന്ന വിധത്തിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഫോക്കസ് 30 മില്ലിമീറ്റർ ആണ്. ഫിക്സ്ഡ് ലൈൻ ആ ഡയറക്ട്രിക്സിൽ നിന്ന് 30 മില്ലിമീറ്റർ അകലത്തിലാണെന്ന് പറഞ്ഞു. സോ മാർക്ക് ദിസ് F at a distance of 30 millimeter. This is 30 millimeter. Now add 3 plus 5 equal to 8. Denominator numerator add ചെയ്തു. 3 plus 5 equal to 8. അത്രയും നമ്പേഴ്സ് ആയിട്ട് ഈ AF നെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ദ ലൈൻ AF into 8 equal parts using inclined line method. നമ്മൾ inclined line method പഠിച്ചിട്ടുണ്ട്. 1 dash 2 dash 3 dash 4 dash 5 dash 6 dash 7 dash 8 dash. Now divide this into 8 equal parts. Parallel lines വരച്ചു. Okay, mark it as 1 dash 2 dash 3 dash 4 dash 5 dash 6 dash 7 dash 8 dash. Because the eccentricity given is 3 by 5. Add this 3 plus 5 equal to 8. Divide the distance between A and focus into that much number of parts. Mark it as 1, 2, 3, 4, 5, 6, 7 and 8. Now eccentricity is 3 by 5. So mark 3. This one 5 here. ഈ ഡിസ്റ്റൻസ് 3 ആയിരിക്കണം, ഈ ഡിസ്റ്റൻസ് 5 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിക്സ്ഡ് ലെങ്ത്തിൽ നിന്ന് ഇവിടെ ഒരു കർവിന്റെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ അതിലേക്കുള്ള ദൂരം താഴെ വരണം. ഈ ദൂരം മുകളിൽ ഫോക്കസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദൂരം. സോ മാർക്ക് ഇറ്റ് ആസ് V, that is vertex. Now VF divided by VA. ഇവിടെ 3 ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 5 ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന എക്സെൻട്രിസിറ്റി കറക്റ്റ് ആണ്. മാർക്ക് ദ പോയിന്റ് V such that VF divided by VA equal to 3 by 5. 1 by 2 ആണെങ്കിൽ ഇവിടെ 1 2 ആ ഡിവിഷനിൽ ഇരിക്കുകയാണ്. 6 by 9 ആണെങ്കിൽ ആ രീതിയിൽ 6 by 7 ആണ്. അങ്ങനെ ആ പല റേഷ്യോസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മുകളിലത്തെ റേഷ്യോസ് എത്ര ഉണ്ടോ അത് അത്രയും ഡിവിഷൻസ് ഇവിടെയും, താഴത്തെ എത്രയാണോ അത്രയും ഡിവിഷൻസ് ഇവിടെ വരണത്തിൽ അവിടെ V എന്നുള്ള വെർട്ടെക്സ് മാർക്ക് ചെയ്യുക. V. Now draw a perpendicular line. Draw a perpendicular line through V. Draw a perpendicular line through V. Now take VF in compass and with V as center draw an arc like this. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. Mark it as a P. Mark it as P. Now draw line through that point and extend it slightly upwards.
ആ പി എന്നുള്ള പോയിന്റിൽ കൂടി എയിൽ നിന്ന് ലൈൻ വരയ്ക്കുക, അതല്പം നീട്ടി വരയ്ക്കുക. അപ്പം ആദ്യമേ എഫ് എ ഒരു ഡയറക്ട്രിക്സ് വരച്ചു, എ എന്നുള്ള ആക്സിസ് വരച്ചു. Then mark the point F at a distance 30 mm. That is given data. 30 mm അതുകൂടെ വരച്ചു. Then eccentricity is 3/5. Add 3 plus 5 equal to 8. Divide the distance between directrix and focus into 8 equal parts. And mark the point V vertex such that VF divided by VA equal to 3/5. And the next step is through V draw a perpendicular line, and with V as center and VF as radius draw an arc to intersect the vertical line at P. P യിൽ intersect ചെയ്യുന്നതിൽ ഒരു arc വരയ്ക്കുക. Then through P draw a line AP extended. AP extend ചെയ്ത് അങ്ങോട്ട് വരച്ചു. ക്ലിയർ? ഇത്രയും ക്ലിയർ അല്ലേ? Then ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ V മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിനെ എത്രയെങ്കിലും പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡ്രോ വെർട്ടിക്കൽ ലൈൻ. Draw vertical lines. Here I am drawing a vertical line here at any distance. Equal distance ആവണമെന്നില്ല. എത്രയെങ്കിലും ലൈൻസ് you can draw vertical lines. Okay, then mark this mark as 1, 2, 3, 4, 5. Here 1 dash, 2 dash, 3 dash, 4 dash, 5 dash. Okay, now take 1 dash in compass. 1 dash എന്നുള്ള compass എടുക്കുക. And with F as center, draw an arc here. F ൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. Similarly, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. Then take 2 dash in compass. With F as center, ഈ ഇവിടെ കട്ട് ചെയ്യുക. 2 എന്നുള്ളതിൽ കട്ട് ചെയ്യുക. 3 dash എടുക്കുക. F ൽ കുത്തുക, ഇവിടെ കട്ട് ചെയ്യുക. 4 dash എടുക്കുക. F ൽ കുത്തുക, കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ we will get lot of points. അവസാനം ഇവിടെ വരെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ പോയിന്റ്സ് കിട്ടും. എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തിട്ട് ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ that will be the ellipse, our required ellipse. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ബോർഡിൽ വരയ്ക്കുമ്പോൾ അല്പം എറേഴ്സ് വരും. നിങ്ങൾക്കത് ബുക്കിലാകുമ്പോൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം, എറർ വരാതെ. ഞാനിപ്പോൾ കോമ്പസിൽ അളവെടുത്തല്ല വരച്ചത്. ദിസ് ഇസ് F. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഡയറക്ട്രിക്സ് വരയ്ക്കാനായിട്ട് ഈ അകലം തന്നെ എടുക്കുക. AV ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ നിന്നിട്ട് അത്രയും മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ D dash സെക്കൻഡ് ഡയറക്ട്രിക്സ്. ഇനി F ന്റെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ F2. ദിസ് ഇസ് F1. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഡ്രോ എ ഗിവൺ ലൈൻ, ദാറ്റ് ഈസ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട്രിക്സ് വിൽ ബി വെർട്ടിക്കൽ ലൈൻ. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ അറ്റ് കൺവീനിയന്റ് പ്ലേസ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ സ്കെച്ച് ബുക്കിൽ ഒരു വെർട്ടിക്കൽ ലൈൻ DD വരയ്ക്കുക. ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ പെർപെൻഡിക്കുലർ ടു DD. A dash എന്നുള്ളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ആയിരിക്കണം. Then ഈ മീറ്റിംഗ് പോയിന്റിനെ A ആണ്, ഇത് A dash ആണ്. A യിൽ നിന്ന് 30 മില്ലിമീറ്റർ അകലെ F എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. Focus is at a distance of 30 mm from directrix. 30 mm മാർക്ക് ചെയ്തു. 30 mm മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് എക്സെൻട്രിസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 3/5 ആണ്.
add 3 plus 5, that is 8. Divide the distance between directrix and focus into that much equal parts. അതായത് 8 ആയിട്ടാണ് നമുക്ക് നമ്പർ കിട്ടിയത്, അതുകൊണ്ട് 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 8 equal parts, 7 8. ഓക്കെ, 8 പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വെർട്ടെക്സ് മാർക്ക് ചെയ്യണം. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് പോയിന്റ്, ഈ ആക്സിസും മേജർ ആക്സിസ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇവിടുത്തെ വെർട്ടെക്സ്, ഇത് അടുത്ത വെർട്ടെക്സ്. അത് വി മാർക്ക് ചെയ്യണം. എങ്ങനെയായിരിക്കണം? ഈ റേഷ്യോ 3/5 ആയിരിക്കണം. അപ്പൊ വെർട്ടെക്സും ഫോക്കസും തമ്മിലുള്ള അകലവും വെർട്ടെക്സും ഡയറക്ട്രിക്സും തമ്മിലുള്ള അകലവും 3/5 വരണം. നമ്മൾ ഇത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പൊ 3 ഇവിടെ വരണം, 5 ഇവിടെ വരണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിലും പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അപ്പൊ അത്രയും കഴിഞ്ഞു. ഇനി വെർട്ടെക്സിൽ കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. Then take VF in compass. VF എന്നുള്ളത് കോമ്പസിൽ എടുത്തിട്ട് വീൽ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക്, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അതിനെ P എന്ന് പേര് കൊടുക്കുക. P എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് will be equal to this much distance. ഓക്കെ, ഇനി ഇതും നോക്കാം. ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് അത് നോക്കിക്കഴിഞ്ഞാൽ കുറവായിരിക്കും, 1ൽ കുറവായിരിക്കും, 3/5 തന്നെ ആയിരിക്കും കിട്ടുക. അത് വേണമെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം. ദെൻ ഇങ്ങോട്ടുള്ള വെർട്ടെക്സിന് ഇപ്പുറത്തേക്ക് വലതു ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ എത്രയെങ്കിലും പാർട്സ് ആയിട്ട് ലൈൻസ് വരയ്ക്കുക. അത് ഇക്വി ഡിസ്റ്റൻസ് ആകണമെന്നില്ല, ഭംഗി കൂട്ടാനായിട്ട് ഇക്വി ഡിസ്റ്റൻസിൽ വരച്ചാൽ അത്രയും നല്ലത്, കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കിട്ടും. നിർബന്ധമില്ല, ഇക്വി ഡിസ്റ്റൻസിൽ വരച്ചോ, അപ്പൊ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. തുല്യ അകലത്തിൽ ഒരു 5-6 ഡിവിഷൻസ് ആയിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. അതിന് പേര് കൊടുക്കുക. 1 1 ഡാഷ്, 2 2 ഡാഷ്, 3 3 ഡാഷ് എന്നുള്ള പേര് കൊടുക്കുക. ഇനി 1 1 ഡാഷ് എന്നുള്ളത് കോമ്പസ്, ഈ പോയിന്റ് AP ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് നേരത്തെ ഒരു P എന്നുള്ള പോയിന്റ് കിട്ടിയാൽ എയിൽ നിന്ന് Pയിലേക്ക് ലൈൻ വരയ്ക്കുക, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നീട്ടി വരയ്ക്കുക. അപ്പൊ ഒരു ആംഗുലർ ലൈൻ ആണ് അവിടെ കിട്ടുക. ഈ 1 1 ഡാഷ്, 2 2 ഡാഷ്, 3 3 ഡാഷ് എല്ലാം ആ ഇൻക്ലൈൻ ലൈനിൽ ചെന്ന് കൂട്ടിമുട്ടും, ഇന്റർസെക്ട് ചെയ്യും. Take that distance 1 1 dash in compass and with center F mark a point in 1 dash here. ഇവിടെ മാർക്ക് ചെയ്യുക. 1 1 dash എന്നുള്ള ലൈനിൽ മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. 1 1 dash എന്ന കോമ്പസിൽ എടുത്തു, Fൽ കുത്തിയിട്ട് രണ്ടിടത്തും ആർക്ക് വരയ്ക്കുക. അതേപോലെ 2 2 ഡാഷ് എന്നുള്ള കോമ്പസിൽ എടുക്കുക, Fൽ കുത്തുക, ആ 2 2 ഡാഷിലും താഴെയും മുകളിലും ആർക്ക് കട്ടുക. സെയിം 3 3 ഡാഷ് കോമ്പസിൽ എടുക്കുക, Fൽ കുത്തുക, ഇവിടെ മാർക്ക് ചെയ്യും. അതേപോലെ 4 4 ഡാഷ് ഇത് കോമ്പസിൽ എടുക്കുക, Fൽ കുത്തുക, ഇവിടെ മാർക്ക് ചെയ്യാം. 5 5 ഡാഷ് കോമ്പസിൽ എടുക്കുക, Fൽ കുത്തുക, ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യാം. സിമിലർലി എല്ലാ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പല പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു കർവ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ഫിഗർ നമുക്ക് കിട്ടും. That is the required ellipse using the method eccentricity. Eccentricity മെത്തേഡിൽ എലിപ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. I think it is clear. Okay. അപ്പൊ കഴിഞ്ഞ എക്സെൻട്രിസിറ്റിയുടെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞിട്ട് അടുത്ത പ്രോബ്ലം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രോബ്ലത്തിന്റെ വേറൊരു രൂപമാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. കോൺസെൻട്രിക് സർക്കിൾസ് ഉപയോഗിച്ച് എലിപ്സ് വരയ്ക്കാൻ സിമ്പിൾ ആയിട്ട് മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ആർ ഗിവൺ. യു ഹാവ് ടു കൺസ്ട്രക്ട് an ellipse using concentric circles method that we have done in previous class. Today another variety of that problem. Construct an ellipse having major axis and minor axis in the ratio 3:2 using concentric circles method. Given that major axis equal to 150 millimeter. ഒരെണ്ണമേ തന്നിട്ടുള്ളൂ. ഇവ തമ്മിലുള്ള റേഷ്യോ 3:2 that is given. You have to construct the ellipse using concentric circles method. Concentric circles method കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. തന്നിരിക്കുന്ന മേജർ ആക്സിസും മൈനർ ആക്സിസും അനുസരിച്ചിട്ട് സർക്കിൾസ് വരച്ചിട്ട് അതിൽ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. Here one data is given 150 mm major axis. Another data is the ratio between
major axis and minor axis. First, write the ratio major axis divided by minor axis equal to 3 by 2. 3:2 ratio. From this, minor axis equal to major axis into 2 divided by 3. ഈ ഇക്വേഷനിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into major axis equal to 3 into minor axis. അപ്പോൾ minor axis equal to major axis into 2 divided by 3. Substitute the value of major axis, that is 150 into 2 divided by 3. 150 into 2, 300. 300 divided by 3, 100. That is 100 millimeter. Major axis is 150 millimeter. Minor axis is 100 millimeter. So, draw two circles with O as center. First one, radius equal to 50 mm or diameter equal to 100 mm, that we have calculated from this given data. തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് മൈനർ ആക്സിസ് എന്നുള്ളത് 100 മില്ലിമീറ്റർ ആയിട്ട് കിട്ടി. സോ ഡയമീറ്റർ 100 വരുന്ന വിധത്തിൽ ഒരു ചെറിയ സർക്കിൾ വരച്ചു. Then draw another circle with the same center with a diameter 150 mm. രണ്ട് സർക്കിൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ദാറ്റ് സർക്കിൾ ഇൻടു 12 ഈക്വൽ പാർട്സ്. 12 ഈക്വൽ പാർട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടും ആ ലൈൻ കട്ട് ചെയ്യുന്നതിന് 1 dash 2 dash up to 12 dash മാർക്ക് ചെയ്യുക. ഔട്ടർ സർക്കിളിൽ 1 to 12 മാർക്ക് ചെയ്യുക. ഇന്നർ സർക്കിളിൽ നിന്ന് ഔട്ടർ സർക്കിളിലേക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുക. ഔട്ടർ സർക്കിളിൽ നിന്ന് മുകളിൽ ഭാഗത്തിന് താഴേക്കും താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്കും പെർപെൻഡിക്കുലർ ലൈൻസ് ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് എന്ന് വരയ്ക്കുക. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിനെല്ലാം P1, P2, P3, P4 എന്നുള്ള P12 വരെ പോയിന്റുകൾ കൊടുക്കുക. എല്ലാം കൂട്ടി ഒരു കർവ് വരയ്ക്കുക. യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് എലിപ്സ്. ക്ലിയർ? അപ്പൊ അത് നിങ്ങൾ തന്നെത്താനെ ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്. താങ്ക് യു.